CHR വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വ്യക്തമായ നിലപാടില്ലെന്ന് കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ. 1982-87 കാലഘട്ടത്തിൽ PJ ജോസഫ് റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ CHR വിഷയത്തിൽ വ്യക്തത വരുത്തിയതാണെന്നും എന്നാൽ നിലവിൽ വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള തർക്കമാണ് വിഷയം സങ്കീർണമാക്കിയതെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. CHR ലാൻഡ് ആണെന്നും ആ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ അനുവാദവും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിനകത്തും തന്നെ ഏതാണ്ട് 10,000-ഓളം ഹെക്ടർ ഭൂമിക്ക് ഓൾറെഡി പട്ടയം കൊടുത്തതാണ്. അതുവരെ യാതൊരു വിഷയവും ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനും ഇല്ലായിരുന്നു, വനംവകുപ്പിനും ഇല്ലായിരുന്നു, റവന്യൂ വകുപ്പിനും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഞാൻ ഉള്ള കാര്യം പറയുന്നത്. ഇപ്പം ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞ ശേഷം വനം വകുപ്പിന്റെ സ്ഥലമാണെന്ന് വനം വകുപ്പും ഒരു വാദം ഉന്നയിക്കുന്നു. അപ്പൊ അതിനെ ചൂട് പിടിച്ച് CHR ലാൻഡിന്റെ ഏതാനും ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കൊടുക്കാതിരിക്കുന്നിടത്തോളം 10,000-ഓളം ഹെക്ടർ കൊടുക്കാനുണ്ട്. ആ കൊടുക്കാതിരിക്കുന്നിടത്തോളം ഭാഗം വനത്തിന്റെ ഭാഗം കൂടിയാണ് എന്ന് പറഞ്ഞ് റവന്യൂ മിനിസ്റ്റർ വന്ന് കഴിഞ്ഞ ദിവസം വന്ന് വസന്തമാണ് നടത്തിയില്ലേ? അങ്ങനെയല്ലല്ലോ. ഇത് PJ ജോസഫ് സാറ് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇതിന് സെറ്റിൽമെന്റ് ഉണ്ട്. അതായത് 1857 ഉള്ള ജിയോ ഉണ്ട്. ആ ജിയോയുടെ അടിസ്ഥാനത്തിൽ CHR ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റവന്യൂ ഭൂമിയാണെന്നും അവിടെ വളരുന്ന മരത്തിന്മേലുള്ള കൺട്രോള് വനം വകുപ്പിനാണെന്നും സെറ്റിൽഡ് ആണ്. അന്ന് വിഷയം ഉണ്ടായി. അന്ന് ഓർക്കുന്നില്ലേ? പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ആ വിഷയം സെറ്റിൽ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CHR ലാൻഡ് ഉൾപ്പെടെയുള്ള 1993 മുമ്പുള്ള 77 മുമ്പുള്ള എല്ലാ കൈവശക്കാർക്കും പട്ടയം കൊടുക്കണമെന്ന് തീരുമാനിച്ചത്. അത് CHR ലാൻഡും പട്ടയം കൊടുക്കാൻ തീരുമാനിച്ച് കുറെ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയത്. വനം അതും കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് വനം വകുപ്പും റവന്യൂ വകുപ്പും കൂടെ സംയുക്ത പരിശോധന നടത്തി ഓരോ പ്ലോട്ടും തിരിച്ച് ഇവിടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഉണ്ടാക്കിയതിനകത്തുള്ള CHR ലാൻഡിന്റെ പകുതി പേർക്ക് പട്ടയം കൊടുത്തു. ഇപ്പോഴാണ് പുതിയ വിഷയം വന്നിരിക്കുന്നത്. അതാണ് പ്രശ്നം. ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ വർഷം വരെ ഇതിനൊരു വിഷയമില്ല. ഇവിടെ പട്ടയം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അന്നത്തെ UDF 1982-87 UDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്നു കരുണാകരൻ, റവന്യൂ മന്ത്രി PJ ജോസഫ്. ആ സമയത്താണ് ഇവിടെ പട്ടയത്തിനുള്ള ആദ്യത്തെ നടപടി തുടങ്ങുന്നത്. ഇടുക്കിയിലെ അറിയാം. അന്ന് ഇതിനെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ടൊരു പൊസിഷൻ കണ്ടുപിടിച്ചു. ആ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് CHR ലാൻഡ് റവന്യൂ വകുപ്പ് അതിന്റെ ഭൂമിയാണെന്ന് ക്ലിയർ ആയിട്ട് സെറ്റിൽ ചെയ്തു. ആ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഇന്ദിരാഗാന്ധി ഇടപെട്ടിട്ടാണ് ഈ വിഷയത്തിൽ അവസാനം ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി കൈവശത്തിന്റെ അടിസ്ഥാനത്തിൽ 77 മുമ്പുള്ള കൈവശമാണെങ്കിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നയപരമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയതിനു ശേഷം പട്ടയം കൊടുത്തു കഴിഞ്ഞ പകുതി. ഇത്ര നാളും ഒരു പ്രശ്നമില്ലാത്ത സമയമാണ് താനാണ് ഇപ്പൊ കുത്തിപ്പൊക്കൊണ്ടുവന്നത്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.